Hello guys, I am Rahul Raj. Welcome back to the Unboxing Show. ഞാൻ കിഡിലും വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഫണ്ണായിട്ടുള്ള കുറച്ച് കിഡിലിന് ആപ്ലിക്കേഷനായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഫണ്ണായിട്ടുള്ള കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങളൊന്ന് എടുത്ത് ട്രൈ ചെയ്യൂ. ജസ്റ്റ് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ഈ ആപ്ലിക്കേഷനൊക്കെ എടുത്ത് യൂസ് ചെയ്യുക. അതുപോലെ ഇപ്പം പ്രയോജനമുള്ള 2 ആപ്ലിക്കേഷനും കൂടെ ഞാൻ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നത്, അതും കൊണ്ടൊന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റിലത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഞാൻ ഒരു 3D ക്യാമറയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കിപ്പം ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടണമെങ്കിൽ നമുക്കൊരു അനങ്ങുന്ന ഏകദേശം ഒരു വസ്തു ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് സബ്ജക്റ്റ് എപ്പോഴും ഇങ്ങനെ അനങ്ങുന്ന രീതിയിൽ നമുക്ക് പിക്ചർ എടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ പിക്ചർ എടുക്കാൻ പറ്റുന്ന ഒരു ഏകദേശം പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത്. ഒരു 3D ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ജസ്റ്റ് കണ്ടോ, നിങ്ങൾക്കൊരു ക്യാമറയൊക്കെ ഇത് ഓപ്പണായി വന്നിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കാണാം. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം. ഞാൻ ഈ ഒരു വസ്തുവിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു മൊമെൻറ്റ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോറേജ് വേരിയൻ്റെ പ്രശ്നം ഈ ആപ്ലിക്കേഷനും ബാധിക്കും. ഇപ്പോൾ നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് കുറവാണെങ്കിൽ പോലും ആപ്ലിക്കേഷന് അത്ര രീതിയിൽ വർക്ക് ആവണമെന്നില്ല. നല്ലൊരു സ്റ്റോറേജുള്ള വേരിയൻറ്റിൽ ഈ ഫോണിൻ്റെ ആ ഒരു അനക്കുന്ന രീതിയൊക്കെ വെച്ചിട്ട് നമ്മൾ എടുക്കുമെങ്കിൽ നല്ല രീതിയിൽ വർക്കാം. അപ്പോൾ നിങ്ങളത് കാര്യം ശ്രദ്ധിക്കേണ്ടത്, അനക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ അനക്കരുത്, പെതുക്കെ. അപ്പോൾ അതിൽ തന്നെ അവർ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അനക്കിയ ശേഷം നമുക്കിപ്പോൾ ഈ പിക്ചർ കണ്ടോ, നിങ്ങൾക്ക് കാണാം ആ ഒരു വസ്തു മാത്രം ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ആ വസ്തു ഇങ്ങനെ മേലോട്ട് താഴ്ത്തു അങ്ങനെ. ഇപ്പോൾ വസ്തുവിന് ഇപ്പോൾ നമുക്ക് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞ ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ വീഡിയോ നമുക്ക് സ്റ്റെബിലൈസ് ആയി കിട്ടും. കിട്ടുമ്പോൾ സ്റ്റെബിലൈസർ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ അനങ്ങുന്ന രീതിയിൽ നമുക്കാവും. സ്റ്റെബിലൈസർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അനങ്ങുന്ന പിക്ചർ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കണ്ടോ സ്റ്റെബിലൈസ് ചെയ്ത പിക്ചർ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഞാൻ ഈ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ടൊരു വീഡിയോ പോലെ കൊടുക്കാം. നിങ്ങൾക്ക് അതൊക്കെ ഇപ്പോൾ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് പിക്ചർ അങ്ങനെ. അപ്പോൾ ജസ്റ്റ് ഇത് സേവ് ചെയ്യണമെങ്കിൽ മേളിലൊരു നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് നമുക്ക് എവിടെ സേവ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടോട്ട് ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ ഫോൺ മെമ്മറിയിലോട്ട് സേവ് ആയി കിട്ടും. അപ്പോൾ നമുക്കൊരു പ്രോസസ്സിങ് ഇൻസ്റ്റാളിങ് പറഞ്ഞാൽ സേവ് ആയി കിട്ടും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോപ്പി ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കോപ്പി ടു കൊടുത്ത് നമുക്കിപ്പോൾ ഒരു ഇൻറ്റേർണൽ മെമ്മറിയിൽ എവിടെയെങ്കിലും ഇപ്പോൾ നമുക്ക് കോപ്പി തരണമെങ്കിൽ അവിടെ ജസ്റ്റ് കൊടുത്ത് പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്യാം. നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം എല്ലാം വീഡിയോ കാണുന്നവർ സ്കിപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനും പരിചയപ്പെടുത്തി നിങ്ങൾ കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഫൺ ആപ്ലിക്കേഷൻ നിന്ന് നോക്കാം. അടുത്ത ഫൺ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ജനറേറ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു. നമ്മളിപ്പോൾ ഒരു ഓഡിയോ സിസ്റ്റം വീട്ടിൽ വാങ്ങി വെച്ചു. ഇപ്പോൾ നമ്മൾ പല രീതിയിൽ പല സെറ്റായിട്ട് ഇപ്പോൾ സ്പീക്കർ ഒരു 4 സൈഡിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അല്ലെ ഒന്നും വേണം, നിങ്ങളുടെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെഡ്സെറ്റിൻ്റെ ഹെഡ്സ് എത്രയാണെന്ന് അറിയണം. ഹെഡ്ഫോണിൻ്റെയൊക്കെ ഹെഡ്സ് എത്രയാണെന്ന് അറിയണം. ചില കമ്പനിയിൽ 22,000 ഹെഡ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ചില കമ്പനിയിൽ അതിലും താഴെ ആയിരിക്കും ഹെഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഹെഡ്സ് എപ്പോഴും നല്ലത് ഈ മാക്സിമം 22,000 ഹെഡ്സ് വരുന്ന ആഡിയോ ആയിരിക്കും കറക്റ്റ്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഫ്രീക്വൻസി ജനറേറ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനിപ്പോൾ കണ്ടോ ഹെഡ്സ് 1 ഇട്ടേക്കുവാണ്. ഹെഡ്സ് ഇവിടെ 1 ഇട്ടേക്കുവാണ്. ഇപ്പോൾ ജസ്റ്റ് പ്ലേ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മേളത്തെ ലൈൻ കിടന്ന് അനങ്ങുന്നതാണ്. വേറെ ഒരു ഇതിലും ആഡിയോ മാറ്റം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഹെഡ്സ് 1 കിടന്നിട്ട് നമുക്ക് ഒന്നും തന്നെ കേൾക്കുന്നില്ല. ജസ്റ്റ് ഞാനിവിടെ ഇച്ചിരി കൂട്ടി 3 ആക്കി 100 കൊണ്ട് 200 കൊണ്ടുവന്നപ്പോൾ ചെറിയൊരു മുളക്കം, ചെറിയൊരു വൈബ്രേഷൻ പോലെ എന്തോ അറിയുന്നുണ്ട്. പിന്നീട് 614 കൊണ്ടുവന്നപ്പോൾ ഇച്ചിരി മുളക്കം, അങ്ങനെ നല്ല രീതിയിലൊരു മുളക്കം നമുക്കറിയുന്നുണ്ട്. ഫ്രീക്വൻസി ഒരു 2000 അടുത്ത് കൊണ്ടുവന്നപ്പം 1000, 2000, 2500 കൊണ്ടുവന്നപ്പോൾ മുളക്കം നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊരു മുളക്കം. 6000 കൊണ്ടുവന്നപ്പോൾ അതിനേക്കാളും വല്ലാത്ത ഇത്. 15 കൊണ്ടുവന്നത് 14 കൊണ്ടുപോയി നമ്മുടെ തലയ്ക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആവുന്നൊരു സൗണ്ട്. 22 ഹെഡ്സ് ആയിപ്പോൾ ഒരു മൂളക്കമില്ല, ഒരു ചെറിയൊരു മൂളക്കം. അത് നമുക്ക് കേൾക്കണമെങ്കിൽ നമ്മുടെ ചെവിയിൽ അടുത്ത് സ്പീക്കർ കൊണ്ട് വെച്ചാൽ മാത്രമേ കേൾക്കത്തുള്ളൂ. ആ ഒരു രീതിയിലുള്ള മുളക്കം. അപ്പോൾ 22,000 ഹെഡ്സിൽ നമുക്ക് ഒരു ഹെഡ്ഫോൺ കിട്ടുന്നത് മാക്സിമം. ഇപ്പോൾ ഒരു ഹെഡ്ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ബ്രാൻഡഡ് ഹെഡ്ഫോണൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഹെഡ്ഫോൺ എടുക്കുമ്പോൾ ക്വാളിറ്റിയൊക്കെ നല്ല ചെക്ക് ചെയ്ത് ഇറക്കിയ ഒരു ഹെഡ്ഫോണൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കാണാം 22,000 ഹെഡ്സ് എൻ്റെ ബാക്കിൽ അടിച്ചിട്ടുണ്ടായിരിക്കും. അതായിരിക്കും നല്ല ബെറ്റർ ഹെഡ്ഫോൺ.
ഇപ്പോൾ നമുക്ക് ഈ ഫ്രീക്വൻസി ജനറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഹെഡ്ഫോണിൻ്റെ ഹെഡ്സൊക്കെ അറിയാൻ പറ്റും. കറക്റ്റ് ഹെഡ്സ് ഈ ഒരു ഫ്രീക്വൻസി ജനറേറ്റർ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടുന്ന കറക്റ്റ് ഹെഡ്സ് അറിയാൻ പറ്റും. നമുക്ക് അടുത്ത മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ഉണ്ട്. മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് പറഞ്ഞാൽ ലാസ്റ്റല്ല. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ വെച്ചാൽ ഫ്ലൂഡ്. ഫ്ലൂഡ് ഒരുപാടധികം ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫ്ലൂഡ് അമലോഡ് 1+7 Proയിൽ നമുക്ക് ഫ്ലൂഡ് അമലോഡ് ഡിസ്പ്ലേ കിട്ടുന്നത്. അപ്പോൾ അതുപോലൊരു ഇതാണ് ഫ്ലൂഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഫ്ലൂഡ് എന്നാണ് ഇതിൻ്റെ പേര്, ഫ്ലൂഡ്. ഇപ്പോൾ ഫ്ലൂഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഇതിലേക്ക് എന്തോ ഫ്ലൂഡ് ഡിസ്പ്ലേയുടെ ക്വാളിറ്റി, ഇപ്പോൾ പല കളറിൽ വരുന്ന ഏത് കളർ വന്നാൽ പോലും ആ ഒരു കളറിൻ്റെ ഒരു എഫക്റ്റീവ് നമുക്ക് ഫ്ലൂഡിൽ അറിയാൻ പറ്റും. അതാണ് നമ്മൾ ഫ്ലൂഡ് എന്ന് വിചാരിക്കുന്നത്. അതുപോലെ ഫ്ലൂഡ് അമലോഡ് ഡിസ്പ്ലേ എന്നിട്ട് കഴിഞ്ഞാൽ ഫ്ലൂഡ് അതാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഫ്ലൂഡ് എന്ന് വെച്ചാൽ സ്മോക്ക്. ഈ ഒരു ഇതിനകത്ത് ഫ്ലൂഡ് എന്ന് കാണിക്കുന്ന ഒരു സ്മോക്ക് പോലെയാണ്. ജസ്റ്റ് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ മേലോട്ടൊരു സ്മോക്ക് പോകുന്ന പോലെയാണ് ഫ്ലൂഡായിട്ട്. ഇപ്പോൾ ഈ ഒരു കളർ എഫക്റ്റ് ഫ്ലൂഡെന്ന് പറയും. ഈ കളർ എഫക്റ്റിനെയാണ് ഫ്ലൂഡെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നിന്ന് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ എഫക്റ്റ് അവരുദ്ദേശിക്കുന്ന ഫ്ലൂഡാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് ഫ്ലൂഡെന്ന് പറഞ്ഞേക്കുന്നത്. ഫ്ലൂഡ് ഇപ്പോൾ നിങ്ങൾ ഇതിലേക്കും 1+ൽ ഫ്ലൂഡ് എന്ന് പറയുന്നത് ആ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു ഫ്ലൂഡ് അമലോഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം കുറേ അധികം അമലോഡ് ഡിസ്പ്ലേ ഇറങ്ങിയിട്ടുണ്ട്. ഫ്ലൂഡ് ഉണ്ട്, ഹൊറൈസൺ ഉണ്ട്, അങ്ങനെ പല പേരിൽ അമലോഡ് ഡിസ്പ്ലേ അറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഫ്ലൂഡ് എന്ന് ഉദ്ദേശിച്ചത്. കളറിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കളർ വരുന്നതിനാണ് ഫ്ലൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞെക്കി പിടിച്ചിരുന്നാൽ ഒരു സ്മോക്ക് പോകുന്നത് പോലെ കാണാം. കണ്ടോ, സ്മോക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. സ്മോക്ക് കേട്ടോ, കളർ ആ ഡിസ്പ്ലേയുടെ ആ ഒരു വെട്ടം കണ്ടോ. യഥാർത്ഥത്തിൽ നമ്മൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു വെട്ടം നമുക്ക് അറിയില്ല. ഇപ്പോൾ ഫ്ലൂഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു വെട്ടം നമുക്ക് ഇവിടെ കണ്ടോ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഒരു കത്തി അവിടെ നിന്ന് അത്രയും കത്തി ഇങ്ങനെ പോകുന്ന പോലെ നമുക്കിവിടെ ഇതാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ പോകാം. കത്തി ഇങ്ങനെ പോവാണ്. അടുത്ത ആപ്ലിക്കേഷൻ പോകാം. അടുത്തെന്ന് വെച്ചാൽ ബീറ്റ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ബീറ്റ ആപ്ലിക്കേഷനാണ്. ഒരു വാൾപേപ്പറാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന എന്നൊരു ആപ്ലിക്കേഷനാണ്. ബീറ്റ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇതൊരു വാൾപേപ്പർ ആപ്ലിക്കേഷനാണ്. ലൈവായിട്ടുള്ള വാൾപേപ്പർ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള ഇഷ്ടമുള്ളൊരു ഫിഷ് പറ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫിഷ് ഗോൾഡ്, ഗപ്പി, ഷാർക്ക്, ഫൈറ്റർ, ഏഞ്ചൽ എന്നിപ്പം ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പിടി കിട്ടുന്നില്ല. ആംഗിൾ എന്ന് പറയും. ആംഗിൾ ഏത് ഓക്കെ. നമുക്കപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മിക്കുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് ഗപ്പീസ് ഇഷ്ടപ്പെടും. അതുപോലെ നമ്മുടെ ഫൈറ്ററിനെ ഇഷ്ടപ്പെടും. ഫൈറ്റർ ഫിഷിന് ഒരു പ്രത്യേകത ഉണ്ട്. കാര്യം കാണാനൊരു ഭംഗിയുള്ള വാലുകൾ, അതിന് കാണാനുള്ള ഭംഗിയുള്ളൊരു ഇതാണ് അതിന് വന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഫൈറ്ററിനെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് എന്താ പറഞ്ഞത് അറിയാം. ഫൈറ്ററിനെ നമുക്ക് ഇഷ്ടപ്പെടും. പല കളറിൽ അതിന് ലഭ്യമാണ്. അപ്പോൾ ഇത് അതുപോലുള്ളൊരു വാൾപേപ്പറാണ്. ഈ വാൾപേപ്പർ ലൈവാണ്. ഇപ്പോൾ ഈ ലൈവ് വാൾപേപ്പർ ഞാൻ ഫോണിൽ യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എടുത്ത് വെച്ചിട്ട് ചുമ്മാ ജസ്റ്റ് നിങ്ങൾക്ക് ഫണ്ണായിട്ട് ഇപ്പോൾ ലൈവ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ അപ്ലൈ ചെയ്യണമെന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം അല്ലാതെ നിങ്ങളുടെ സ്ക്രീനിൽ വാൾപേപ്പർ ഓപ്പൺ ചെയ്ത് ലൈവ് വാൾപേപ്പർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് അതിലൊന്ന് പ്ലേ ചെയ്യാൻ വേണ്ടി വേണം യൂസ് ചെയ്യാം. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ലൈവ് വാൾപേപ്പർ എടുത്ത് യൂസ് ചെയ്യണമെന്ന്. ലൈവ് വാൾപേപ്പർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ചാർജ് ഡൗൺ ആവും. അതുപോലെ ഇപ്പോൾ മറ്റുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ അവിടെ ഒത്തിരി നമ്മളിപ്പോൾ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രോസസ്സിങ്ങിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അത് ലൈവ് വാൾപേപ്പർ യൂസ് ചെയ്യുമ്പോൾ അതിനായിട്ട് ഒത്തിരി പ്രോസസ്സിങ് യൂസ് ചെയ്യുമ്പോൾ വേറുള്ള നമുക്ക് ഒത്തിരി അധികം യൂസ് ചെയ്യേണ്ട പ്രോസസ്സിങ്ങുള്ള ഫയലൊക്കെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഹാങ്, ലാഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് വാൾപേപ്പർ ഞാൻ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത്. ലൈവ് വാൾപേപ്പർ യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞാൻ. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പോൾ ലൈവ് വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലതരം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല രസമുള്ളൊരു ലൈവ് വാൾപേപ്പറാണ്. നമ്മുടെ ചെങ്ങായി ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ പോകുന്നുണ്ട്, അവൻ്റെ വാല് കണ്ടില്ലേ അങ്ങോട്ട് പോയി. ഇപ്പോൾ ഇവനിവിടെ വരണമെങ്കിൽ ഇവൻ്റെ ഫ്രണ്ടിലൊരു ഇതുണ്ട് ബൗള് പോലെ. ഈ സാധനം എടുക്കാൻ വേണ്ടി അവൻ എന്തായാലും ഇവിടെ വരും. ഇപ്പോൾ നമ്മൾ ഈ കൈ വെച്ച് കഴിഞ്ഞാൽ ആ കൈക്ക് അനുസരിച്ച് തട്ടി നമുക്ക് ഇവനെ മേലോട്ട് കൊണ്ടുപോകും. തട്ടി മേലോട്ട് കൊണ്ടുപോകും. നമുക്കാണ് പൊട്ടും കൊണ്ടുവരും. ജസ്റ്റ് ഇവനിങ്ങനെ തൊടാം. എൻ്റെ ഇങ്ങനെ തൊട്ടാൽ മതി. ഇവന് തൊടുന്നതനുസരിച്ച് അവൻ അങ്ങോട്ട് മാറിപ്പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സൈഡിൽ പോയി കയറിപ്പോയി. അതുകൊണ്ടാണ് അവൻ കയറിപ്പോയുണ്ട്. എവിടെ കയറിപ്പോയി? മൂലയ്ക്ക്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് എന്നിട്ട് ഇല്ല. ഈ ലൈവ് വാൾപേപ്പറിന് ഒരു ഗ്ലിറ്റർ ഉണ്ട്. നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൺ ഷേക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഇതാവുന്നുണ്ട്, അനങ്ങുന്നുണ്ട്. ലൈവ് വാൾപേപ്പർ ലൈവ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അനങ്ങുന്നുണ്ട്. ഇപ്പോൾ ലൈവ് നമുക്ക് ഈ മീനിങ്ങനെ ടച്ച് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മേളിൽ സെറ്റ് വാൾപേപ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെറ്റ് വാൾപേപ്പർ ഞെക്കി ചെയ്ത് നിങ്ങൾക്ക് അതിൽ ഹോം സ്ക്രീൻ അതിൽ ലോക്ക് സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനിതൊന്ന് ഹോം സ്ക്രീനിലൊന്ന് അപ്ലൈ ചെയ്തു.
ജസ്റ്റ് ബാക്ക് അടിച്ചു. ഹോം സ്ക്രീനിൽ അപ്ലൈ ചെയ്തപ്പോൾ കണ്ട പുള്ളി ആപ്സിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോകുന്ന കണ്ടോ. ആ ആപ്സൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഒരു മീൻ ഒരുത്തൻ പോകുന്നുണ്ടോ, നീന്തി ഒരുത്തൻ പോകുന്നുണ്ടോ. അവൻ എന്തോ എടുക്കാൻ ആ വെള്ളത്തിൽ കിടന്ന് അത് അഴോട്ടും വരട്ടും ഒക്കെ പോകണം. നമുക്ക് ലാസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും കാണാതെ പോരും. ലാസ്റ്റ് ആപ്ലിക്കേഷനാണ് ഒന്ന് കണ്ടുപോകും. വോൾകം എന്നാണ് പറയുന്നത്. വോൾകം എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കത്തുള്ളൂ. ഇത് ജസ്റ്റ് നമുക്കിപ്പോൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യണം ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഞാൻ ഹെഡ്ഫോണൊന്നും എടുത്ത് ഇവിടെ വെച്ചിട്ടില്ല. ഇപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്ഫോണാണ് ഇരിക്കുന്നത്. മറ്റേ ഹെഡ്ഫോൺ അവിടെ കിടക്കണം, ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല. ഇപ്പോൾ ഇത് ജസ്റ്റ് ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വോൾകം. നമ്മുടെ ഇപ്പം ഒരു ആഡിയോ സിസ്റ്റം നമുക്ക് സെലക്ട് ചെയ്തു, ഒരു ആഡിയോ എടുക്കുമ്പോൾ ഇവിടെ കാണുന്ന പ്ലഗ് ഇൻ ഹെഡ്ഫോൺ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട് അവർ. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തു. പിന്നെ അവിടെ ഹെഡ്ഫോണാണ്. എന്നിട്ട് നമ്മളവിടെ പ്ലേ ബട്ടൺ, ആ സോങ്ങിൻ്റെ പ്ലേ ബട്ടൺ ഞെക്കിയാൽ പോലും ഇവിടെ ഹെഡ്ഫോൺ ഇതേ വേണം. ഞാൻ ഇപ്പം ഹെഡ്ഫോൺ നോക്കുന്നുണ്ട്. ഞാൻ എന്തായാലും പറയുന്നതനുസരിച്ച് ആഡിയോ അനങ്ങുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കിക്കളയാം. എന്താണ് ഇതിൻ്റെ പ്രവർത്തനം? നമ്മളിവിടെ പറയുന്ന ആഡിയോ ഈ ഒരു മൈക്ക്, ഇപ്പോൾ ഹെഡ്ഫോണിൻ്റെ മൈക്കിനകത്തൂടെ എടുത്തൂടെ നമുക്ക് ഈ സ്പീക്കറിൽ കേൾക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ എന്തെങ്കിലും വോൾക്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് വോൾക്കം കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന ആഡിയോ, ഈ ഇവിടുന്ന് കൂടി പറയുന്ന ആഡിയോയുടെ വോൾക്കം കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ ജസ്റ്റ് ഇത് അതിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ വേണം മിക്സ് ഓപ്ഷൻസ്, നമുക്കിവിടെ കുറേ കാര്യങ്ങളൊക്കെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്കിവിടെ വോൾക്കം കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ അധികം ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ വോൾക്കം കറക്റ്റാണോ എന്നറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മൈക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഈ മേളത്തെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പീക്കറിനകത്ത് ഓഡിയോ കേൾക്കത്തില്ല. ഇപ്പോൾ ജസ്റ്റ് ഇത് ഓൺ ചെയ്താൽ നമ്മുടെ ഇതിനകത്തൂടെ ഓഡിയോ എക്കോ ഫീൽ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ നമുക്ക് ഈ പാട്ടൊന്ന് ഇപ്പോൾ ഈ പാട്ട് ഞാൻ പ്ലേ ചെയ്ത് ഈ പാട്ടിനകത്ത് ഒരു വരി പോലും ഇല്ല. ഇപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാട്ടിനകത്ത് നമുക്ക് ഒരു വരിയോ പോലും ഇല്ല. ഈ പാട്ട് നമുക്ക് വേണമെങ്കിൽ ആഡിയോ, ഇപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഹെഡ്ഫോൺ കുത്തിയിട്ട് ആ ഒരു താളത്തിനനുസരിച്ച് നമുക്കൊരു സോങ് ഇറക്കാം. അങ്ങനെ ഒരു യൂസിന് വേണ്ടിയായിരിക്കും വോൾകം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും ഈ ഹെഡ്ഫോൺ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ബോട്ട്സിൻ്റെയൊക്കെ ഹെഡ്ഫോണാണ്. സത്യം പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ അല്ല. ബോട്ട്സിൻ്റെയൊക്കെ ഹെഡ്ഫോണാണ്. ഇതിൻ്റെ മൈക്കിന് അത്ര കറക്റ്റായിട്ടുള്ളത് വോൾക്കം ഒന്നും കറക്റ്റല്ല. കാര്യം നമ്മുടെ ഇഷ്ടമുണ്ട്. നാളെ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം ഹെഡ്ഫോണിൻ്റെയും കാര്യങ്ങളൊക്കെ. ഹെഡ്ഫോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പല ആഡിയോ സിസ്റ്റം എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നാളെ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ടെക്നോളജി ആയുള്ള വീഡിയോ ആയി വരുന്നവരെ ബൈ. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അതിലൊപ്പം ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത